ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. നമ്മുടെ ഗ്രാഫിക് ഡിസൈൻ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള വർക്കുകൾ നമുക്കും കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ എൻ്റെ ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ചില മെത്തേഡുകളും അതിന് സഹായിച്ചിട്ടുള്ള ചില വെബ്സൈറ്റുകളും ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷേ ഒരു ബിഗിനറോ അതല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഡിസൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വർക്കുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മറ്റുള്ള നല്ല ഡിസൈനുകൾ കോപ്പി ചെയ്ത് അതേ രീതിയിൽ തന്നെ വീണ്ടും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരുപാട് ഡിസൈനേഴ്സ് ഇത് റെക്കമെൻഡ് ചെയ്യാറുമുണ്ട്. അതായത് സോഷ്യൽ മീഡിയകളിലും മറ്റു മാഗസിനുകളിലൊക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾ സെലക്ട് ചെയ്ത് അത് അതേപോലെ തന്നെ സെയിം കളറുകളും ഇമേജുകളും ഫോണ്ടുകളും അലൈൻമെൻറ്റും സ്പേസിങ്ങും ഒക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ നല്ല ഡിസൈനുകൾ കാണുന്ന സമയത്ത് അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടുന്നതിന് പകരമായിട്ട് അതിൽ അവർ എങ്ങനെയാണ് മെയിൻ കണ്ടന്റ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിന് എത്രത്തോളം സ്പേസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ അതിൽ പ്രോഗ്രാമിൻ്റെ സ്ഥലവും തീയതിയും ഒക്കെ എവിടെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ക്യാപ്ഷൻ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ആ പ്രോഗ്രാമിൻ്റെ സംഘാടകരുടെ പേര് ഏത് ഭാഗത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്, എത്രത്തോളം ഫ്രീ സ്പേസ് ആണ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് എന്ന പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലെത്തി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കയറുന്നതാണ്. പിന്നീട് റിയൽ ആയിട്ടുള്ള ഡിസൈൻ കണ്ടന്റുകൾ ആരെങ്കിലും തന്നുകൊണ്ട് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ഓരോ ഭാഗവും എവിടെ ഫിറ്റ് ചെയ്യണം, എന്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് വരുന്നതായിരിക്കും. ഇത്തരത്തിൽ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ സ്കില്ല് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ നല്ല ഒരുപാട് ഡിസൈനുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളിലും സ്റ്റാറ്റസുകളിലും ഒക്കെ ആയിട്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ആഡുകളും പ്രോഗ്രാം പോസ്റ്ററുകളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ കറക്റ്റായിട്ട് ഒന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കാണുന്ന നല്ല ഡിസൈനുകൾ കളക്ട് ചെയ്ത് അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പിൻറ്ററസ്റ്റ് പോലെയുള്ള വെബ്സൈറ്റിൽ പോയിക്കൊണ്ട് എക്സ്പ്ലോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലയർ അതല്ലെങ്കിൽ പോസ്റ്റർ, ബ്രോഷർ പോലെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല റിസൾട്ടുകളും നല്ല മോഡലുകളും നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഡിസൈനുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ക്യാൻവ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിലും കയറിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലയറുകളും ബ്രോഷറുകളും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബിഹാൻസ് എന്ന വെബ്സൈറ്റ്, അതേപോലെ തന്നെ എൻവാറ്റോ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഫ്ലയർ ഹീറോസ് എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഇത്തരത്തിലുള്ള വെബ്സൈറ്റിലൊക്കെ പോയിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റർ അതല്ലെങ്കിൽ ഫ്ലയർ, ബ്രോഷർ എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഫ്ലയേഴ്സ് ആൻഡ് പോസ്റ്റർ ഡിസൈൻ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലയറുകളും പോസ്റ്ററുകളും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ അവൈലബിൾ ആണ്. അത് കണ്ടുകൊണ്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല റിസോഴ്സുകളിൽ നിന്നും ഡിസൈനുകൾ കണ്ടെത്തി അത് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നീട് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ആ ഒരു സ്കില്ല് ഉണ്ടായി വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.